നമസ്കാരം. സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സിനിമ കോൺക്ലേവിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മലയാള സിനിമ അതിൻ്റെ ശതാബ്ദിയുടെ നിറവിലെത്താൻ ഇനി 3 വർഷങ്ങളേ ഉള്ളൂ. 100 വർഷങ്ങളുടെ സമ്പന്നമായ ചലച്ചിത്ര പാരമ്പര്യമുള്ള നാടാണ് കേരളം. കലാമൂല്യങ്ങൾ കൊണ്ടും വാണിജ്യമൂല്യം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് കേരള ഫിലിം പോളിസി കോൺക്ലേവ്. സമഗ്രവും പുരോഗമനവുമായ ഒരു ചലച്ചിത്ര നയത്തിന് തുടക്കമിടാനാണ് ഇവിടെ നമ്മൾ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മലയാള സിനിമയുടെ ഭാവി രൂപപ്പെടുത്തുന്ന ദീർഘവീക്ഷണ സ്വഭാവമുള്ള ഒരു നയരേഖയ്ക്കാണ് സർക്കാർ ഇവിടെ രൂപം നൽകാൻ പോകുന്നത്. അതിനായി നടത്തിവരുന്ന ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈ കോൺക്ലേവ്. കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമാക്കുക എന്നതാണ് ഇതുവഴി കേരള സർക്കാർ ലക്ഷ്യമിടുന്നത്. സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടി എന്ന നിലയിൽ മലയാള സിനിമയുടെ നിർമ്മാണം, പ്രദർശനം, വിതരണം തുടങ്ങി വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുകയുണ്ടായിരുന്നു. അതിനായി 2023 ജൂണിൽ പ്രമുഖ സംവിധായകനും KSFDCയുടെ അന്നത്തെ ചെയർമാനുമായിരുന്ന ശ്രീ ഷാജിയൻ കരുൺ ചെയർമാനായ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റി 2024 നവംബർ വരെയുള്ള ഒരു വർഷക്കാലയളവിൽ 75ഓളം സംഘടനകളുമായി 20 ഘട്ടങ്ങളിൽ ചർച്ച നടത്തുകയും 500-ൽ പരം വ്യക്തികളുമായി മുഖാമുഖം നടത്തുകയും ചെയ്തിരുന്നു. ചലച്ചിത്ര നയം രൂപീകരിക്കാൻ സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ച ഘട്ടം മുതൽ ഷാജിയൻ കരുൺ ഈ ദൗത്യത്തിന് ഉചിതമായ മാർഗനിർദ്ദേശം നൽകി മുൻപന്തിയിലുണ്ടായിരുന്നു. അസുഖം ശരീരത്തെ തളർത്തിയിട്ടും ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്ന് ഒരു ചുവട് പോലും പിന്നോട്ട് മാറാതെ എല്ലാ യോഗങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 20 അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായി. മലയാള സിനിമയുടെ വികസനത്തിനായുള്ള സർക്കാർ സംരംഭങ്ങളിൽ ഒരു മാർഗദീപമായി മുന്നിലുണ്ടായിരുന്ന അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ തരത്തിൽ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിനായി ഒരു സംസ്ഥാന സർക്കാർ ഇത്ര വിശാലമായ ഒരു ജനാധിപത്യ വേദി ഒരുക്കുന്നത്.